SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി ആന്റോ ആന്റണി MP. നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് തരംതാണ പ്രസ്താവനയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കൾ ഉള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സംയമനത്തോടെ നിലപാട് സ്വീകരിച്ചതെന്ന ആന്റോ ആന്റണിയുടെ പരാമർശം കെ മുരളീധരനെ ലക്ഷ്യമിട്ടതാണെന്ന വിലയിരുത്തലും ശക്തമാണ്. ആന്റോ ആന്റണി MP ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തരംതാണ പ്രസ്താവന കണ്ടു. അതാണ് എന്നെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എനിക്കെതിരെയും ഇദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉപജാപക സംഘമാണ്. എന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ അടങ്ങിയിട്ടില്ല. സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ എന്റെ നിലപാട് തുറന്നു പറയാൻ തീരുമാനിച്ചത്. സണ്ണി ജോസഫ് വളരെ മാന്യമായ പൊതുപ്രവർത്തകനാണ്. 24 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ണൂരിലും ഞാൻ കോട്ടയത്തും DCC പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലാണ് അദ്ദേഹം DCC പ്രസിഡന്റ് ആയത്. ഒരു ജനപ്രതിനിധിയാകാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും 40 വർഷം അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കൾ ഉള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര മനോധൈര്യത്തോടെ നിലപാട് സ്വീകരിച്ചത്. അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫിനെയാണ് ഒരു മാന്യതയുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ ആക്രമിക്കുന്നത്. സണ്ണി ജോസഫിന്റെ KPCC പ്രസിഡന്റായുള്ള കടന്നുവരവ് ഉപജാപക വൃന്ദം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി. അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും. ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല. ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനം. ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂലിയെഴുത്ത് നടത്തുന്ന ചിലർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി KC വേണുഗോപാലിനെ മ്ലേച്ഛമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ. ഇന്ത്യൻ മതേതരത്വം കാക്കാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ മതേതരത്വ ശക്തികൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്ന നേതാവാണ് KC എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇത്തരം കൂലിയെഴുത്തുകാരുടെ എഴുത്തിന് എഴുതുന്ന മഷിയുടെ വില പോലും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല. KCയുടെ പിന്നിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കും. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPMന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെ. കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയമെടുക്കേണ്ട. കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയുണ്ട്. സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. സണ്ണി ജോസഫിന് ഐക്യദാർഢ്യം എന്നായിരുന്നു ആ കുറിപ്പ്. അതേസമയം മലയോര കർഷകന്റെ മകനായ സണ്ണി ജോസഫിന് എല്ലാ വിഭാഗം പാർട്ടി പ്രവർത്തകരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാകുമെന്നാണ് AK ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത്. 2001 വലിയ വിജയം നേടാൻ സണ്ണിയുടെ നേതൃത്വത്തിൽ കഴിയുമെന്നും ആന്റണി പ്രതികരിച്ചു. പുതിയ പാർട്ടി നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിശ്വാസമുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. 2026 കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു UDF സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് അവരെ ഏൽപ്പിച്ച ദൗത്യം. അത് അവർ പൂർണ്ണമായി വിജയിപ്പിക്കുമെന്ന വിശ്വാസമുണ്ട്. എന്റെ ഒരാഗ്രഹം UDFനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ 2001 മികച്ച വിജയം സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് ആന്റണിയുടെ അഭിപ്രായം.